Exodus chapter 15, verse number 22 to 27. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 27 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി നമുക്ക് തിരിക്കാം. മരുഭൂമിയിൽ ചെന്നു 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിൽ എത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവർ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. Then they came to Elim, where there were 12 springs of water and 70 palm trees, and they encamped there by the water. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. Last 420 years, കഴിഞ്ഞ the Israel were in Egypt under the slavery of Pharaoh. ഈജിപ്ഷ്യൻസിന്റെ മിസ്രയീമ്യരുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ. While they were crying out, God heard their cry. അവിടെ അവർ കരഞ്ഞും നിലവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവ അവരുടെ പ്രാർത്ഥന And God raised a man called Moses. അവിടെ മോശെ എന്നൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. And now they crossed over the Red Sea. അവർ ചെങ്കടൽ കടന്ന് And they came out from the Red Sea, and right now they are in the wilderness. അവർ മരുഭൂമിയിൽ ചെങ്കടൽ കടന്നായിരിക്കുകയാണ് അവരുടെ യാത്രാമധ്യേ. And chapter 15, when you read chapter 15, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം പഠിക്കുമ്പോൾ we see a beautiful song actually. അവിടെ ഒരു Right മനോഹരമായ before we ഗീതം read the passage, verse number 22. So before that we see a song. നമ്മൾ വായിച്ച 22-ാം വാക്യത്തിന് മുമ്പുള്ള വാക്യങ്ങളിൽ നമുക്കൊരു മനോഹരമായ ഗാനം അല്ലെങ്കിൽ ഒരു ഗീതം കാണാം. This is the first time that Israel is singing a song. അവർ ആദ്യമായിട്ടാണ് ഇസ്രായേൽ മക്കൾ അവിടെ യഹോവയ്ക്ക് ഒരു സങ്കീർത്തനം പാടുന്നത്. As I already mentioned, last 400 years they were in under slavery. കഴിഞ്ഞ 420 വർഷത്തിൽ അധികമായി അവർ They didn't have any song to sing. അവർക്കൊരു പാട്ടും They didn't have പാടാനില്ല. any promise. അവർക്കൊരു വാഗ്ദത്തങ്ങളും മുമ്പിലില്ല. Their promise was under bleak and gloom. അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ മങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. But now God delivered them miraculously and supernaturally. പക്ഷേ അത്ഭുതകരമായി അതിശയകരമായി യഹോവയാം ദൈവം അവരെ വിടുവിക്കുന്നത് നമുക്ക് And they കാണാം. crossed over the Red Sea. അതിനുശേഷം ചെങ്കടൽ കടക്കുന്ന And ഇസ്രായേൽ now മക്കൾ. we see Moses and Israel. They are singing a song. മോശയും ഇസ്രായേൽ മക്കളും ചേർന്ന് അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു യഹോവയ്ക്ക് ഒരു സങ്കീർത്തനം പാടുന്നു. And verse number 21 on, the Miriam, the sister of Moses, she is singing a song. 21-ാം വാക്യം മുതൽ നമ്മൾ വീണ്ടും കാണുന്നു മിരിയം കയ്യിൽ തപ്പെടുത്ത ഒരു പാട്ട് പാടുന്നു. ഒരു I am not going to elaborate about the song, but let me tell you some context. The first 5 words, they were singing the victory which God has given to them. നമ്മുടെ ചിന്താ വിഷയം ഇന്നത്തെ ആ പാട്ടുകളിൽ കേന്ദ്രീകൃതമല്ലെങ്കിലും ആദ്യത്തെ 5 വാക്കുകൾ ഒരു നിമിഷം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. യഹോവയിൽ ഉള്ള ജയത്തെ കുറിച്ചാണ് അവർ ആദ്യത്തെ 5 വാക്യങ്ങളിൽ പാടുന്നത്. Verse number 6 to 10, we see the weapon of God. God use which weapon? No, we see those weapons. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ യഹോവയാം ദൈവം ഉപയോഗിച്ച ആയുധങ്ങളെ കുറിച്ച് അവർ പാടുന്നത് നമുക്ക് കാണാം. You want to know what are the weapons which God used? യഹോവ ഉപയോഗിച്ച ആയുധങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ verse number 8, probably just for verse number 8, at the blast of your nostrils the water is piled up. 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി. At the blast of your nostrils മൂക്കിലെ ശ്വാസത്താൽ the water is piled up. ആ വെള്ളം മുഴുവൻ ഒന്നിച്ചുകൂടി. Praise the Lord. Amen. Praise the Lord. Amen. ഇന്ന് സ്വർഗ്ഗം
Praise the Lord. അവന്റെ മൂക്കിൽ ഒരു ശ്വാസം അയച്ചാൽ മതി. സ്തോത്രം. ചിലർക്കൊക്കെ ദൈവപ്രവൃത്തി നടക്കും. Amen. Tonight only a breath from his nostril is more than enough for a work of God to happen in our lives. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെടാൻ ദൈവത്തിന് യാതൊരു ആയുധവും ആവശ്യമില്ല. Amen. He does not need any other external weapons. It's just his breath from his He nostrils. don't need any spiritual weapon in this morning time. പുറത്തുനിന്ന് ഒരു ആയുധങ്ങളും വേണ്ട. But ഇന്ന് രാവിലെ ദൈവം തന്റെ ശബ്ദം അയച്ചാൽ അവിടെ ചില വിടുതൽ നടക്കും. If it's just voice or his breath from his nostrils, there will be deliverance happening God in your can life. deliver some of you even this morning. Amen. ഇന്ന് പകലും ദൈവത്തിന്റെ വിടുതലിന്റെ കരം പലർക്കും വേണ്ടി How many of you ചലിക്കുന്നു. believe that God can deliver some of you this morning? എത്ര പേർ ഇന്ന് പകലും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വിടുതലിന്റെ കരം നമ്മൾക്ക് വേണ്ടി Hallelujah. പ്രവർത്തിക്കുന്നു. Hallelujah. 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 When you see verse number 11 to 17, Amen. we 11 see മുതൽ the character of God. 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ സവിശേഷതകൾ നമ്മൾ അവിടെ കാണുന്നു. And verse number 16, there is a word which is mentioned. 16 വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം അവിടെ Because of the എഴുതിയിരിക്കുന്നു. greatness of your arm, they are still as a stone. തന്റെ ഭുജം ബഹുത്വത്താൽ അവർ കല്ലുപോലെ ആയി. Amen. 16 വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. Till your people, O Lord, pass by, till the people pass by whom you have purchased. Amen. അങ്ങനെ യഹോവേ നിന്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. നീ സമ്പാദിച്ച ജനം. The people you purchased. ഇന്ന് രാവിലെ there are a lot of spiritual symbolism what we see in this Exodus 15. ഈ വാക്യങ്ങളിൽ ഉടനീളം പല ആത്മീക മർമ്മങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Here the ഇസ്രായേൽ മക്കൾ ഇവിടെ they are representing us, the church. അവർ സഭയാം നമ്മളെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. And here there is a word as I mentioned. അവിടെ ഒരു പദം നമുക്ക് പ്രത്യേകിച്ച് കാണാം. Oh, whom you have purchased. നീ സമ്പാദിച്ച നിന്റെ ജനം. നീ സമ്പാദിച്ച ജനം. The people you purchased is what we read. Praise the Lord. They pass us by. Amen. അവർ കടന്നുപോയി. സമ്പാദിച്ച ജനം അവർ കടന്നുപോയി. Amen. The people you purchased passed by. ഇന്ന് രാവിലെ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ സമ്പാദിച്ച ജനം അവർ കടന്നുപോകും. Amen. The people who purchased by the Lord will pass by, the Lord says to somebody. സമ്പാദിച്ച ജനം അവർ കടന്നുപോകും. The people who are purchased by the Lord will pass സമ്പാദിച്ച by. ജനം അവർ റെഡ് ക്രോസ് ചെങ്കടലിൽ കൂടി അവർ കടന്നുപോകും. The people who were purchased by the Lord will pass on by the Red Sea. Even though the Red Sea is covering the water is overflowing. Amen. ചെങ്കടൽ കവിഞ്ഞൊഴുകുകയാണെങ്കിലും But still വന്നാലും the one who God purchases the people, ദൈവം സമ്പാദിച്ച തന്റെ ജനം they passes through the water. അവർ എപ്പോഴും ആ ചെങ്കടലിനെ മറികടക്കും. They passes through the water. അവർ ചെങ്കടലുകൾ മറികടക്കും. Hallelujah. Thank you, Holy Spirit. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus. Praise the Lord. Praise the Lord. Thank you. Praise the Lord. Thank you, Jesus. Hallelujah. Amen. ദൈവം ഒരിക്കലും ചെങ്കടലില്ലെന്ന് പറഞ്ഞില്ല. Amen. The Lord never said there is no Red Sea kind of situation. We have to recognize that ചെങ്കടൽ that we are going to confront. Amen. നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാൻ പോകുന്ന ചെങ്കടൽ സമാനമായ വിഷയങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. But at the same time, അതേസമയം we will pass it through it. നമ്മൾ അതും മറികടക്കും ദൈവത്തിന്റെ Because ശക്തിയാൽ. there is a fourth man Amen. കാരണം on there through your Red Sea. നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു നാലാമനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നിന്റെ കരത്തിനെ പിടിച്ചിരിക്കുന്നത് He കൊണ്ട്, has held your hands. അവൻ നിന്റെ കരത്തിനെ Just പിടിച്ചിരിക്കുന്നത് because he has held your hands, ഈ ചെങ്കടലിൽ മുങ്ങി താഴുവാൻ അവൻ you അനുവദിക്കില്ല. will not drown in the Red ഈ Sea. ചെങ്കടൽ നീ മുങ്ങി താഴത്തില്ല. You will not drown in the You are Red not going Sea. to drown into this water. നിങ്ങൾ ആ വെള്ളത്തിൽ ചെങ്കടലിൽ മുങ്ങി You will താഴുകയില്ല. not going to drown into this water. ആ ചെങ്കടൽ പോലുള്ള സാഹചര്യത്തിൽ മുങ്ങി താഴുകയില്ല. You will pass through this water. നിങ്ങൾ ആ ചെങ്കടൽ കടക്കുക തന്നെ You ചെയ്യും. will pass through the fiery furnace. നമ്മൾ ഹല്ലേലൂയ തീച്ചൂള പോലുള്ള അവസ്ഥകളിൽ മറികടക്കുക തന്നെ ചെയ്യും. ഓ വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളും അടിച്ച് ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, If you believe that this morning, put your hands together and give glory to God who is worthy of praise. Praise the Lord. Thank you, Jesus. Hallelujah. Hallelujah. Praise the Lord. Amen. Some of the words which when we speak the word, Amen. നമ്മൾ ആ വചനം പറയുമ്പോൾ I know it becomes a prophetical word. Amen. ചില വാക്യങ്ങൾ വായിച്ച ആ വചനം നമ്മുടെ വായി കൊണ്ട് ഏറ്റു പറയുമ്പോൾ അതൊരു പ്രവചന ശബ്ദമായി പുറത്തു വരും. Amen.
I didn't think about to, share about that words. Amen. ആ വാക്യങ്ങളിൽ നിന്ന് ഇന്ന് പകൽ ചിന്തിക്കണമെന്നല്ല എന്റെ ഉദ്ദേശം. But still, പക്ഷെ എന്നാലും the Spirit of God when showed that word, പരിശുദ്ധാത്മാവ് ആ വാക്യം പ്രകാശിപ്പിച്ചപ്പോൾ I understood. ഞാൻ This is വിശ്വസിച്ചു the word for somebody else. ഇതാർക്കോ ഇന്ന് പകൽ ഉള്ള ദൈവിക ദൂത് തന്നെ. നീ കടന്നു പോകുക തന്നെ ചെയ്യാം. You will pass by for sure. You will pass through this water. Amen. ആ ചെങ്കടൽ പോലുള്ള അവസ്ഥയും നീ കടക്കും. നീ അതിന്റെ മീതെ കടക്കും. Amen. You will cross over. നീ അതിന്റെ മേൽ ക്രോസ് ഓവർ ചെയ്യും. Amen. You will pass by. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. Amen. Thank you, Jesus. Verse number 17 to 19. 17 മുതൽ 19 വരെയുള്ള That വാക്യങ്ങൾ. is a song of hope. Amen. പ്രത്യാശയുടെ വരികളാണ് അവരവിടെ പാടുന്നത്. That is a song of hope. Amen. അവർ പ്രത്യാശയുടെ വരികൾ പാടുന്നു. Verse number 21, Miriam is singing a song. Amen. 21 വാക്യത്തിൽ മിരിയാം ഇപ്രകാരം പാടുന്നു. Sing to the Lord, for he has triumphed gloriously. യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ. The horse and his rider he has thrown into sea. കുതിരയെയും അതിന്മേലിരുന്നവരെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. Praise the Lord. Amen. Praise the Lord. Hallelujah. Praise the Lord. Amen. Praise the Lord. Hallelujah. ഇന്ന് രാവിലെ പാട്ട് പാടുമ്പോൾ അവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെടും. When you start singing songs, there also the deliverance of the Lord will take place. Hallelujah. Amen. Praise the Lord. And now Amen. അതുകൊണ്ട് ഇപ്പോൾ they entered into the desert. Amen. അവർ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. And next 3 days, അടുത്ത 3 ദിവസം while they were going through this desert, അവർ ഷൂർ മരുഭൂമിയിൽ യാത്ര they ചെയ്യുമ്പോൾ found no water. അവർ അവിടെ വെള്ളം കിട്ടാതെയാണ് സഞ്ചരിച്ചതെന്ന് നമ്മൾ വായിക്കുന്നു. Water signifies life. Amen. വെള്ളം ജീവനെ കാണിക്കുന്നു. And now with all these aspirations and hope, they entered into the desert. ഈ വലിയ പ്രതീക്ഷകളും അത്ഭുതവും കണ്ട അതേ ജനമാണ് ഷൂർ മരുഭൂമിയിൽ എത്തിച്ചേരുന്നത്. But unfortunately, they have no water. നിർഭാഗ്യവശാൽ അവർക്ക് അവിടെ വെള്ളം കിട്ടാതെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം Next 3 ഉണ്ടായി. days, they are going through no water. അടുത്ത 3 ദിവസം അവർ വെള്ളം കിട്ടാതെ പ്രയാണം Now, ചെയ്യുന്നു. verse number 23 says, 23 വാക്യം നമ്മൾ when they കാണുന്നു. came to Mara, മാറായിലെത്തിയാറെ there was a water. വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞു. They could not drink the water, even though there was a water. അവിടെ വെള്ളം ഉണ്ടായിരുന്നിട്ടും അത് അവർക്ക് കുടിപ്പാൻ സാധിച്ചില്ല. Even though there was a water, they couldn't drink. അവർക്ക് അവിടെ വെള്ളം ഉണ്ടായിരുന്നു, അവരുടെ കണ്ണിന് മുമ്പിൽ വെള്ളം കാണാമെങ്കിലും അത് കുടിക്കാൻ സാധിച്ചില്ല. Let me ask you this morning. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. Some of you might, some of the Israelites might ask, are we in Mara this time accidentally? Amen. നമ്മൾ നിർഭാഗ്യവശാൽ അബദ്ധത്തിലാണോ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നത് എന്ന് ചില ഇസ്രായേൽ മക്കളെങ്കിലും മനസ്സിൽ ചിന്തിച്ചു കാണും. But Moses will say, കാരണം മോശയോട് ചോദിച്ചാൽ മോശ പറയും, no, നമ്മൾ അബദ്ധത്തിലല്ല അവിടെ വന്ന് ചേർന്നത്. I cannot take even single decision. Amen. എനിക്ക് അവിടെ ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല. Because കാരണം there is a clouds of fire. Amen. And a pillar of cloud. Amen. And as we are just following that. ഒരു മേഘവും അഗ്നി തൂണും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. And the pillar of cloud, and we are following that. Amen. ആ മേഘം നമ്മളെ പിന്തുടരുകയാണ്, നമ്മൾ അതിന്റെ കീഴിലാണ്. So, Amen. അതുകൊണ്ട് and now the pillar of cloud stayed in the land of Mara. ഇപ്പോൾ ആ മേഘം, ആ അഗ്നി തൂണ് മാറാ ദേശത്തിലാണ് വന്നു നിൽക്കുന്നത്. And this is not an accident. അതുകൊണ്ട് അതൊരു അബദ്ധമല്ല, നമ്മൾ അറിയാതെ വന്നു പെട്ടതല്ല. Now we are in Mara, it's not an accident. Amen. നമ്മൾ അബദ്ധവശാൽ അല്ല മാറായുടെ ദേശത്ത് How many of you will വന്നത്. say this morning, we are here not by an accident? എത്ര പേർ എന്റെ കൂടെ ചേർന്ന് പറയും, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന സ്ഥലം അബദ്ധവശാൽ വന്നപ്പെട്ട സ്ഥലമല്ല. ആരൊക്കെയോ പറഞ്ഞില്ല, ഇന്ന് രാവിലെ പറയണ we are not here by accident. Amen. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് അബദ്ധവശാൽ സാഹചര്യവശാൽ അല്ല. Rather God brought us this far. പക്ഷേ ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തി ഇതുവരെ എത്തിച്ചു. God brought me thus far. ദൈവം നമ്മളെ ഇതുവരെ എത്തിച്ചു. God wanted to do something in the land of Mara. Amen. ദൈവത്തിന് മാറ എന്ന ദേശത്തൊരു പ്രവൃത്തിയുണ്ട്. This place God wanted to teach us something. ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് ദൈവത്തിന് നമ്മളോട് എന്തോ God പഠിപ്പിക്കാനുണ്ട്. has something to talk to teach us in this place. ദൈവത്തിന് നമ്മളോട് എന്തോ സംസാരിക്കാനും പഠിപ്പിക്കുവാനുമുണ്ട്.
How many of you believe this morning? എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ ചേർന്ന് പറയും? You are not here with an accident. ആമേൻ. നമ്മൾ അബദ്ധവശാൽ അല്ല ഈ സ്ഥലത്തായിരിക്കുന്നത്. God brought us you into the land of America. ആമേൻ. ദൈവം നമ്മളെ ഈ അമേരിക്കയുടെ പ്രദേശത്താണ് കൊണ്ടുവന്നത്. God brought us you into the place of Tulsa. ടൾസ എന്ന പട്ടണത്തിൽ ദൈവമാണ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. Even though you feel like it is a place of Mara. ആമേൻ. മാറയുടെ അനുഭവമാണെന്ന് പല സാഹചര്യത്തിലും നമ്മൾക്ക് ഇവിടെ Maybe തോന്നിയാൽ emotionally or spiritually or physically you may feel like this is a Mara. ആത്മീയമായും ഭൗതികമായും വൈകാരികമായും നമ്മൾക്ക് മാറയുടെ സാഹചര്യം പോലെ തോന്നിയാലും, But let me tell you this morning, പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, this is the plan of God. ഇത് ദൈവത്തിന്റെ പദ്ധതി തന്നെ. Since you are the purchased one, ആമേൻ. ദൈവം സമ്പാദിച്ച ജനമായതുകൊണ്ട് he is the one who is bringing you. അവനാണ് നമ്മളെ നയിക്കുന്നത്. Hallelujah. Thank you, Jesus. You don't have any right Amen. or no ownership on your. ആമേൻ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കായി ഒരു ഉത്തരവാദിത്തം ഒരു സാഹചര്യത്തിലില്ല. നമ്മളല്ല അതിന്റെ ഉടമസ്ഥ. Rather, he is the one who is guiding us. പക്ഷേ കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. God wanted you to stay in this Mara. ഈ this മാറയുടെ season. സാഹചര്യത്തിൽ, ഈ സീസണിൽ, ഈ കാലഘട്ടത്തിൽ നിൽക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. Hallelujah. Amen. And Mara wanted to teach you some of the lessons. ആ സാഹചര്യത്തിൽ മാറ ചില കാര്യങ്ങൾ ഇസ്രായേൽ മക്കളെ നമ്മളെ പഠിപ്പിക്കുന്നു. The number one lesson, മാറ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? Mara is a place of testing. മാറ ഒരു പരീക്ഷയുടെ സ്ഥലമാണ്. Verse number 27. 27-ാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. Sorry, 26. കണ്ടോ വാക്യം? Yes, 26. There are the Lord made for them a statue and a rule, and there he tested them. Amen. Did you see that? 25. നമ്മൾ Yes. 25-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവം അവരെ Test പരീക്ഷിച്ചു. പരീക്ഷിച്ചു. Amen. God tested them. Amen. അവൻ അവരെ അവിടെ Why പരീക്ഷിച്ചു. you are in Mara? എന്തുകൊണ്ടാണ് നമ്മൾ മാറായിൽ എത്തിച്ചേർന്നത്? The reason? കാരണം God is testing us. ദൈവം നമ്മളെ ചില സാഹചര്യങ്ങളിൽ പരീക്ഷിക്കുകയാണ്. God is testing us. ദൈവം പരീക്ഷിക്കുകയാണ്. 3 points. 3 കാര്യങ്ങൾ. Number 1, ഒന്നാമത്തെ കാര്യം, test is always for promotion. ആമേൻ. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനകത്തൊരു പ്രൊമോഷൻ ഉണ്ട്, അതിനകത്തൊരു കയറ്റമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. Everyone, including Michael, Isaiah, everyone, you all go through some testing. എല്ലാ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷയുടെ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ When കടന്നു you പോകും. pass through the test, നമ്മൾ ആ പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുമ്പോഴാണ് you will upgrade into next level. അടുത്തൊരു നിലവാരത്തിലേക്ക് നമ്മളെ ദൈവം When കയറ്റി you വിടുന്നത്. pass the 5th grade, നമ്മൾ 5-ാം ക്ലാസ് you will പൂർത്തിയാക്കുമ്പോൾ get into the 6th grade. 6-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ In കടക്കും. the same manner, അതുപോലെ തന്നെ God is giving you some test. ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അയക്കുമ്പോൾ Why? അതിന്റെ അർത്ഥം The reason is the reason ആമേൻ, അതിന്റെ പിന്നിലുള്ള അർത്ഥം is to promote you. നമ്മളെ അടുത്തൊരു നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, Is to promote you. അതിന്റെ മേളിലോട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ How many എത്തിക്കാൻ of you believe ആഗ്രഹിക്കുന്നു? that God wants to give you some promotion? എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് നമ്മളെ അടുത്തൊരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ This ആഗ്രഹമുണ്ട്? morning time, even if you don't see that promotion, ഇന്ന് പകൽ അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ യാദൃശ്ചികമായി കണ്ടില്ലെങ്കിൽ, when you write the exam, you don't see that promotion, right? യാഥാർത്ഥ്യത്തിൽ നമ്മൾ പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ അടുത്തുള്ള തലം കാണുന്നില്ല. You are struggling basically. നമ്മൾ അവിടെ ബുദ്ധിമുട്ടുകയാണ്. Day and night you are working hard. രാവും പകലും നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി You കഷ്ടപ്പെടുകയാണ്. are toiling hard. നമ്മൾ സകല എഫേർട്ടും ഇട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. But there is a day coming. ഒരു ദിവസം വരുന്നുണ്ട്. There is a day coming. അതിനുശേഷം ഒരു ദിവസം വരുന്നുണ്ട്. There is a day is coming. ഒരു ദിവസം വരുന്നുണ്ട്. And you will see. അന്ന് You will know. നമ്മൾ കാണും, നമ്മൾ അറിയും, You are promoted. ദൈവം നമ്മളെ അടുത്തൊരു തലത്തിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ പരീക്ഷ കടന്നു. But let me ask you this morning. പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Are you faithful during this time of test? ആ പരീക്ഷയുടെ സമയത്ത്, പരീക്ഷയുടെ സാഹചര്യത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? Are you faithful during the time of your test? ഇന്ന് പകലത്തെ ഏറ്റവും വലിയ ചോദ്യം, നമ്മൾ ആ സാഹചര്യത്തിൽ, ആ കാലഘട്ടത്തിൽ വിശ്വസ്തരാണോ? Whether it is small or big. ആമേൻ. ചെറിയ പരീക്ഷയാണെങ്കിലും വലുതാണെങ്കിലും, Are you faithful in the presence of God? നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തർ ആണോ? Hallelujah. ആമേൻ. The reason ആമേൻ. രണ്ടാമത്തെ കാര്യം, why we have a test. മാറയുടെ അനുഭവം അല്ലെങ്കിൽ
പരീക്ഷകൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നു? First Peter chapter 1 verse number 7 says, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, these have come so that the proven genuineness of your faith of greater work than gold which perishes even though refined by fire may result in praise, glory and honor when Jesus Christ is revealed. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന്. So why test? ആമേൻ. എന്തുകൊണ്ട് പരീക്ഷ വരുന്നു? Simple answer. ആമേൻ. അതിന്റെ വളരെ ലഘുവായ ഉത്തരം, To prove the genuineness of your faith. നമ്മുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത. To prove the genuineness of your faith. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത. If everything is going well, എല്ലാം അനുകൂലമായി നടക്കുകയാണെങ്കിൽ, everybody will sing clap songs, and worship the Lord. No problem. ആമേൻ. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നങ്ങളുമില്ല, പ്രതിസന്ധികളുമില്ല, നമ്മൾ അങ്ങനെ തന്നെ യാത്ര ചെയ്യും. But at the same time, പക്ഷേ അതേ സമയം when you go through the trial, temptations, ചില പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെ നമ്മൾ and the കടന്നു പോകുമ്പോൾ, challenges of your life, വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, are we still worshiping in the Lord? നമ്മൾ ആ സമയത്തും ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നുണ്ടോ? Are we still genuine Amen. in the presence of God? നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ വേരൂന്നിയവരായി ജീവിക്കുന്നുണ്ടോ? Just before this, ആമേൻ. ഇതിന് തൊട്ട് മുമ്പ്, the first time God tested Abraham in book of Genesis chapter 22. ആമേൻ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ പരീക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. We know that was a great test. അതൊരു വലിയ പരീക്ഷയായിരുന്നു നമ്മൾക്ക് But still തിരിച്ചറിയാം. we know Abraham won the test. ആമേൻ. ആ പരീക്ഷയും അബ്രഹാം വളരെ വിശ്വസ്തയോടെ പൂർത്തിയാക്കി വിജയിച്ചു. Abraham won the test അബ്രഹാം ആ പരീക്ഷയും വളരെ വിജയകരമായി പൂർത്തിയാക്കി. because Abraham knew അബ്രഹാമിന് അറിയാമായിരുന്നു, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. the God who has promised is faithful. The one who promised me is faithful. ആമേൻ. വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തൻ. He will never leave me alone. ആമേൻ. അവൻ എന്നെ ഒറ്റയ്ക്ക് Nor വിടുകയില്ല, forsake me. അവൻ എന്റെ കൈ വിടുകയില്ല. Even though I climb to the mountain of Moriah, ഞാൻ മോറിയ മല കയറുമ്പോൾ തന്നെ I know എനിക്കറിയാം എന്റെ ഹൃദയത്തിൽ God will provide for me. ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം, Jehovah Jireh. യഹോവ ഈരയായ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു. Hallelujah. 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 Thank you, Jesus. Praise the Lord. Amen. Because Abraham and God, they were connected each other. ആമേൻ. കാരണം അബ്രഹാമും ദൈവവുമായുള്ള ബന്ധം അഭേദ്യമായ ഒരു Every ബന്ധമായിരുന്നു. test എല്ലാ പരീക്ഷയിലും, resulted into the deeper connection with the എല്ലാ Lord. പരീക്ഷ കഴിയുമ്പോഴും അബ്രഹാമും ദൈവവുമായുള്ള ബന്ധം ബലപ്പെട്ടുകൊണ്ടിരുന്നു. Every test. എല്ലാ പരീക്ഷകളും, Let me tell you, every test എല്ലാ that പരീക്ഷയും, you are going through even this morning, നമ്മൾ ഇന്നു പകൽ കടന്നു പോകുന്ന പരീക്ഷകൾ പോയി, this will help you to closer your relationship with the Almighty God. ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന, നമ്മുടെ ബന്ധം ബലപ്പെടുത്തുന്ന സാഹചര്യങ്ങളായി ഇത് തീരും. Oh, your parents won't be there with you when you go through the test. ഈ പരീക്ഷകൾ കൂടെ കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾ നമ്മുടെ കൂടെ Your കാണണമെന്നില്ല. pastor may not be there with you. നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ ആ സമയത്ത് But കാണണമെന്നില്ല. one who promised you, I will never leave you, he will always there for you. പക്ഷേ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മളെ കൈവിടുകയില്ല. Hallelujah. Hallelujah. This is the time Amen. ഈ സമയത്താണ് I will prove my genuine faith. ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നത്, തിരിച്ചറിയുന്നത്. Not only that, Amen. അത് James മാത്രമല്ല, chapter 1 verse number 3. Amen. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. There it says, Amen. നമ്മൾ അവിടെയും വായിക്കുന്നു. because you know the testing of your faith produce perseverance. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. Testing of your faith produces perseverance. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, Amen. perseverance, സ്ഥിരത, endurance, സ്ഥിരത ഉളവാക്കുന്നു. persistence. Amen. സ്ഥിരത ഉളവാക്കുന്നു. ഇതാണ് നമുക്ക് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? These are the things that we miss out നമ്മളൊന്നും on ആത്മീയരല്ലെന്നല്ല sometimes. പറഞ്ഞത്. It's not that we are not spiritual people. So, പക്ഷേ sometimes ചില സമയത്ത് we lose our endurance. Amen. നമ്മുടെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരും. Endurance. Amen. സ്ഥിരത. When the challenge comes, വെല്ലുവിളികൾ വരുമ്പോൾ, when the persecution comes, പ്രതിസന്ധികൾ വരുമ്പോൾ, we
our double mind. നമ്മൾ ചഞ്ചലപ്പെട്ട് ഇരുമനസ്സുള്ളവരെ പോലെ ആയിത്തീരും. We will become with the double mind. നമ്മൾ ഇരുമനസ്സുള്ളവരെ പോലെ ആയിത്തീരും. Oh, until when everything was on our favor, എല്ലാം നമ്മൾക്ക് അനുകൂലമായി just like a മിരിയാമിനെ പോലെ and the people of Israel, ഇസ്രായേൽ മക്കളെ പോലെ we shout to the Lord. എല്ലാം അനുകൂലമായപ്പോൾ നമ്മൾ ദൈവത്തെ ശബ്ദമുയർത്തി ആരാധിച്ചു. We worship the Lord. നമ്മൾ അവനെ സ്തുതിച്ചു. We sing to the Lord. നമ്മൾ അവന് വേണ്ടി പാടി. We praying into the presence of the Lord. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. We enjoy the presence of the Lord. നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരായി തീർന്നു. At the same time, പക്ഷേ അതേ സമയം when the testing comes, പക്ഷേ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, പരിശോധനകൾ വന്നപ്പോൾ are you endure it? നമ്മൾ സ്ഥിരതയോടെ വിശ്വാസ ജീവിതം മുന്നോട്ട് ഓടുന്നുണ്ടോ? Are you enduring your fellowship with Christ? നമ്മൾ ദൈവവുമായുള്ള കൂട്ടായ്മ സ്ഥിരതയോടെ Are നയിക്കുന്നുണ്ടോ? you entering your prayer life? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുൻപോട്ട് സ്ഥിരതയോടെ Are you നയിക്കുന്നുണ്ടോ? entering your worshiping life? നമ്മുടെ ആരാധന കഴിക്കുന്ന ജീവിത ശൈലി Are you സ്ഥിരതയോടെ entering ചെയ്യുന്നുണ്ടോ? your mission? നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നമ്മൾ സ്ഥിരതയോടെ ചെയ്യുന്നുണ്ടോ? Hallelujah. Amen. Hallelujah. Hallelujah. Mara is a place Amen. that God testing us. Amen. മാറ എന്ന സ്ഥലം ദൈവം നമ്മളെ പരിശോധിക്കുന്ന സ്ഥലം. God is testing us. പരിശോധനകളുടെ സ്ഥലം. God is testing us. പരിശോധനകളുടെ സ്ഥലം. Not only that, Amen. അത് മാത്രമല്ല, Mara is a place that God teaches some lessons. ദൈവം ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് മാറ. I listed 3 lessons. മൂന്ന് പാഠങ്ങൾ. Those who are writing down, എഴുതുന്നവർക്ക് വേണ്ടി write it down. The number 1 lesson, ഒന്നാമത്തെ പാഠം verse number 25. 25-ാം വാക്യത്തിൽ നമ്മൾ അവിടെ തന്നെ കാണുന്നു. Bible says, വചനം he പറയുന്നു, cried to the Lord, അവൻ യഹോവയോട് അപേക്ഷിച്ചു. and the Lord showed him a log. യഹോവ അവനെ ഒരു വൃക്ഷം Who കാണിച്ചു. cried? ഇവൻ ആരാ അവിടെ കരഞ്ഞത്? Moses cried. മോശ കരഞ്ഞു. Moses cried. മോശ ദൈവത്തോട് When the അപേക്ഷിച്ചു. test comes, പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ what വരുമ്പോൾ would be our attitude? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്താണ്? The first thing, അതിന്റെ ആദ്യത്തെ കാര്യം, what are we going to do the first? നമ്മുടെ പ്രതികരണം ആദ്യം എന്താണ്? You'll have an exam, or an exam, and all these exam. First, what do you do the first? പല എക്സാമുകൾ എഴുതുമ്പോൾ, പല പരീക്ഷകളിൽ കൂടെ നമ്മൾ കടക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രതികരണം എന്താണ്? The answers are everything is right. എല്ലാ ഉത്തരങ്ങളും കറക്റ്റ് ആണ്. But the instructor wanted to know what is the first step you take. നിങ്ങൾ ചെയ്ത ആദ്യത്തെ പ്രതികരണം, ആദ്യത്തെ കാര്യം Or എന്താണ്? what is the best step you are taking? നിങ്ങൾ ചെയ്ത ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് And ചോദിക്കും. verse number 26 says, അവിടെ 26-ാം വാക്യത്തിൽ Bible says, വചനം പറയുന്നു, 25 says, he cried out to the Lord. അവൻ യഹോവയോട് അപേക്ഷിച്ചു. When the test യഹോവയോട് comes, നിലവിളിച്ചു. he cried out to the Lord. പരീക്ഷകൾ വന്നപ്പോൾ മോശ യഹോവയോട് നിലവിളിച്ചു. Who is Moses? ആരാ മോശ? Moses was the prince of Egypt. മോശ മിസ്രൈമിലെ ഒരു രാജകുമാരനായിരുന്നു. He was a smart man. അവൻ സകല വിദ്യകളിലും സമ്പന്നനായിരുന്നു. Wouldn't do that. Acts of Apostles, even Stephen says he was, great in his, oratory skill. അപ്പോസ്തല പ്രവർത്തികൾ സ്തെഫാനോസ് പോലും പറയുന്നുണ്ട്, മോശ തന്റെ വാക്കുകളിൽ നൈപുണ്യമുള്ളവനായിരുന്നു. But still, God break everything. Next 40 years. ദൈവം അവനെ 40 വർഷത്തിന്റെ കാലഘട്ടത്തിൽ ഉടച്ചു. He was broken. He was broken to the core. Because the plan of God has to come through pass for him. Even this morning, there are situations where the Lord will break us. If you ask me why, so that the fulfillment of the work of the Lord, the plan of the Lord will come to pass through me. Hallelujah. Amen. Hallelujah. And now the same Moses, അതേ മോശ, he cried out to the Lord. അവിടെ ദൈവത്തിങ്കൽ നോക്കി അപേക്ഷിക്കുന്നു, At the same നിലവിളിക്കുന്നു. time, അതേസമയം when look at the others, അവിടെ അവന്റെ ചുറ്റുമുണ്ടായിരുന്ന മറ്റുള്ളവർ എന്താണ് the ചെയ്തത്? people of Israel, ഇസ്രായേൽ മക്കൾ അവിടെ എന്ത് what ചെയ്തു? they were doing. അവരെന്താ ചെയ്തത്? The Bible says വചനം പറയുന്നു, they were grumbled against Moses. 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, മോശയ്ക്ക് നേരെ അവർ പിറുപിറുത്തു. They grumbled. അവർ പിറുപിറുത്തു. When the test comes, പരീക്ഷകൾ വരുമ്പോൾ, the first question, ആദ്യത്തെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, are we grumbling?
നമ്മൾ പിറുപിറുക്കുകയാണോ or are we praying? ദൈവത്തിൽ നോക്കി നിലവിളിക്കുകയാണോ? When the situations goes wrong, ആമേൻ. സാഹചര്യങ്ങൾ നമ്മൾക്ക് പ്രതികൂലമായി when വ്യാപരിക്കുമ്പോൾ, you experience messed up situation, നമ്മുടെ മുമ്പിലുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ, are we grumbling or are we in the presence of God? നമ്മൾ ദൈവസന്നിധിയിൽ പിറുപിറുക്കുകയാണോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണോ? You know, this morning I was talking to Abel. ഇന്ന് പകൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു You കൊണ്ടിരുന്നപ്പോൾ, know, 3 categories of grumblers are there in everywhere. ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 3 തരത്തിൽ പിറുപിറുക്കുന്നവരെ നമുക്ക് കാണാം. That's first category of grumblers. ആമേൻ. ആദ്യത്തെ കൂട്ടം It's പിറുപിറുക്കുന്നവർ, called the recreational grumblers. ആമേൻ, പിറുപിറുക്കുന്നത് ആസ്വദിക്കുന്ന അല്ലെ വിനോദമാക്കി They തീർക്കുന്നവരുണ്ട്. enjoy complaining. ആമേൻ. അവർ പിറുപിറുക്കുന്നത് ആസ്വദിക്കുന്ന ഒരു They കൂട്ടം ജനമാണ്. enjoy grumbling. അവർക്ക് പിറുപിറുക്കുന്നത് ഒരു ആസ്വാദനമുള്ളതാണ്. When everything goes smooth and well, എല്ലാ കാര്യങ്ങളും നല്ലതായി പോകുമ്പോൾ they didn't have anything to complain. അവർക്ക് ഒന്നും പരാതി പറയാനില്ല. All of a sudden they found a flickering light there. പക്ഷെ അവിടെ അവർ അപ്പോൾ ശ്രദ്ധിച്ചു, ഒരു മിന്നുന്ന ഒരു വെട്ടം, ഒരു ലൈറ്റ് ബൾബ് വർക്ക് ചെയ്യുന്നില്ല. Praise the Lord. Praise the Lord. When everything was going smooth, എല്ലാം വളരെ അനുഗ്രഹമായി അവർ ജീവിതത്തിൽ പോകുന്നു. they found ചുറ്റും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ ഒരു സാഹചര്യം, the AC is a little slow. AC അത്ര കണ്ട് അങ്ങോട്ട് നന്നായി വർക്ക് ചെയ്യുന്നില്ല. Or they found പക്ഷെ അവർ കണ്ടു a flower, a flower on someone's scarf. ആരുടെയോ ഷോളിൽ ഉണ്ടായിരുന്ന ഒരു പൂ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. Enjoying grumbling. ഈ പെറുപെറുപ്പ് ഒരു ആസ്വാദനം ഉളവാക്കുന്ന ഒരു കാര്യമായി കാണുന്ന ഒരു കൂട്ടം ജനം. In the second category of grumbling, രണ്ടാമത്തെ കൂട്ടം പെറുപെറുക്കുന്ന ആളുകൾ, it is called the broadcasting grumblers. ആമേൻ, സംരക്ഷണം ചെയ്യുന്ന പെറുപെറുപ്പുകാർ. സംപ്രേഷണം കറക്റ്റായിട്ട് പറയണം. Broadcasting grumblers. സംരക്ഷണം ചെയ്യുന്ന പെറുപെറുപ്പുകാർ. They are not only enjoying grumbling, അവർ പെറുപെറുക്ക് ആസ്വദിക്കുക മാത്രമല്ല, when they go out, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ at least അവർ 2-3 പേരെ വിളിച്ചിട്ട് പറയും, ഇന്നത്തെ പ്രസംഗം ശരിയായില്ല. they gather 2-3 people and start broadcasting or gossiping. Broadcast their grumbling. അവരുടെ പെറുപെറുപ്പുകളെ അവർ സംരക്ഷണം ചെയ്യാൻ തുടങ്ങും. And there is a third group of grumblers. ഈ മൂന്നാമത്തെ ഒരു കൂട്ടം ജനം, It is called the social media grumblers. സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമത്തിലൂടെ പെറുപെറുക്കുന്ന ജനം. They don't grumble anything publicly. അവർ ഒന്നും പരസ്യമായി വാക്കുകൾ കൊണ്ട് പറയത്തില്ല. They only write. പക്ഷെ എല്ലാം സാമൂഹിക മാധ്യമത്തിൽ എഴുതുക മാത്രം They ചെയ്യും. grumble through only media. പെറുപെറുപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ മാത്രം പ്രചരിപ്പിക്കും. For the fun sake I said, don't take it personally, okay? ഇത് വളരെ രസകരമായി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. Praise the Lord. Amen. Praise the Lord. But today, ഇന്ന് പകൽ the question is, ഇന്ന് പകലത്തെ when ചോദ്യം, the test comes, പരീക്ഷകൾ വരുമ്പോൾ are we grumbling നമ്മൾ പെറുപെറുക്കുകയാണോ, or are we crying out in the നമ്മൾ presence? ദൈവസന്നിധിയിൽ കരയുകയാണോ? Number 1, ഒന്നാമത്തെ കാര്യം, when the test comes, പരീക്ഷ വരുമ്പോൾ are we grumbling or praying in the presence of God? നമ്മൾ പെറുപെറുക്കുന്നവരായി തീരുന്നുണ്ടോ, അതോ ദൈവസന്നിധിയിൽ കരയുകയാണോ? The number 2, രണ്ടാമത്തെ പാഠം, the second lesson, ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, verse number 25. 25-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കും. He cried out to the Lord, അവൻ യഹോവയ്ക്ക് and അപേക്ഷിച്ചു. the Lord showed him a log, യഹോവ അവനെ ഒരു വൃക്ഷം കാണിച്ചു. and he threw into the water, അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ and the water became sweet. വെള്ളം മധുരമായി തീർന്നു. There was a problem here. അവിടെ ഒരു പ്രശ്നമുണ്ട്. Water is bitter, അവരുടെ മുമ്പിലുള്ള വെള്ളം കയ്പാണ്, അവർക്കത് കുടിക്കാൻ സാധിക്കുന്നില്ല. but the solution also there. പക്ഷേ അവരുടെ മുമ്പിൽ അതിനുള്ള സാഹചര്യങ്ങൾ, Even അതിനുള്ള though there പ്രതിവിധി is a അവിടെ problem there, പ്രശ്നം അവിടെ തന്നെ ഉള്ളപ്പോൾ but the solution also existed on the same place. അതിന്റെ പരിഹാരവും അതേ സാഹചര്യത്തിൽ അതേ സ്ഥലത്തുണ്ടായിരുന്നു. But Moses did not know, പക്ഷെ മോശയ്ക്ക് അത് അറിയത്തില്ലായിരുന്നു. unless his inner sight opened. യഹോവ അത് കാണിച്ചു കൊടുത്ത് അവന്റെ അകത്തെ കണ്ണ് തുറന്നപ്പോൾ മാത്രമാണ് അവൻ അതിന്റെ പരിഹാരം കാണുവാനിടയായത്. Let me hear this morning. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, When you open your inner sight, നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കുമ്പോൾ you will see the solution in the same place. ദൈവം where നമ്മൾക്ക് വേണ്ടി you confront the problem. ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പരിഹാരം പ്രശ്നത്തിന്റെ അതേ സ്ഥലത്ത് നമ്മൾ കാണുവാനിടയായി. No counselor can give you the solution. ആമേൻ. അതിനുള്ള സാഹചര്യത്തിനുള്ള കാര്യങ്ങൾ പുറത്തു
ലോകത്തുള്ള ആർക്കും തരാൻ No സാധിക്കത്തില്ല. doctors can give the solution. ഒരു ഡോക്ടർമാർക്കും അത് പറഞ്ഞു തരാൻ But സാധിക്കത്തില്ല. if you are the purchased one, പക്ഷെ നിങ്ങൾ ദൈവത്താൽ സമ്പാദിക്കപ്പെട്ട if there is a ജനമാണെങ്കിൽ, problem, ഒരു പ്രശ്നമുണ്ടെങ്കിൽ God already made a solution for that same problem. ദൈവം അതിനു വേണ്ടിയുള്ള നീക്കുപോക്ക് പരിഹാരം അതേ സ്ഥലത്ത് നമ്മൾക്ക് വേണ്ടി In the same കരുതിയിട്ടുണ്ട്. place, അതേ സ്ഥലത്ത് in the same കരുതിയിട്ടുണ്ട്. time, അതേ സമയത്ത് in the കരുതിയിട്ടുണ്ട്. same location, അതേ സ്ഥലത്ത് you will see the goodness of the Lord in the land of the living. ദൈവത്തിന്റെ നന്മയെ ജീവനുള്ളവരുടെ ദേശത്ത് തന്നെ നമ്മൾ കാണും. വിശ്വസിക്കുന്നു രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. If you believe, put your hands together and give glory to Hallelujah. God this morning. Hallelujah. Hallelujah. Thank you, Holy Spirit. Praise the Lord. Thank you, Jesus. Hallelujah. Amen. While Abraham was climbing on the mountain, Amen. അബ്രഹാം മോറിയ മല കയറുമ്പോൾ, on the same mountain, Amen, അതേ മലയുടെ മറുവശത്ത് there is a sheep. അവന് വേണ്ടി ഒരു ആട്ടുകുട്ടൻ കയറുന്നു. There is a sheep. ഒരു ആട്ടു കയറുന്നു. According to my memory, another sheep was climbing on that other side of the mountain. മോറിയ മലയുടെ മറുവശത്ത് അബ്രഹാം കയറുമ്പോൾ ഇപ്പുറത്തെ വശത്ത് അവന് വേണ്ടിയുള്ള യാഗവസ്തു ആ മല While കയറിക്കൊണ്ടിരിക്കുന്നു. you were climbing for the worship, നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഒരു മല കയറുമ്പോൾ in the same mountain, അതേ മലയുടെ on the മറുവശത്ത്, other side of that mountain, അതിന്റെ മറുവശത്ത് your solution is climbing down. ദൈവത്തിന്റെ കരുതൽ അതേ Your മല solution is climbing കയറിക്കൊണ്ടിരിക്കുന്നു. up. നിങ്ങളുടെ പരിഹാരം Your solution കയറുന്നു. is climbing up. ദൈവത്തിനാൽ നിങ്ങൾക്ക് Your വേണ്ടിയുള്ള solution is പരിഹാരം climbing up. കയറി വരുന്നു. Hallelujah. But only one thing, ഒരു കാര്യം മാത്രം, open up your inner sight. നിങ്ങളുടെ കണ്ണുകളെ, അകക്കണ്ണുകളെ ഇന്ന് തുറക്കുക. രാവിലെ തുറക്കപ്പെടണം. Amen. Let it be open this morning. ഹാഗാർ കണ്ടില്ല. Amen. Hagar did not see. ഹാഗാർ കണ്ടില്ല. Hagar did not see the മരുഭൂമിയിൽ waters. സ്പ്രിംഗ് തുറന്ന് ഹാഗാർ She കണ്ടില്ല. did not see the resource of water opening എന്നാൽ up in the നിലവിളിച്ച wilderness. ഹാഗാറിന് വേണ്ടി ഇതാ മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കപ്പെട്ടു. But the Hagar who cried out in the wilderness sees a solution. ഹാഗാരേ, Oh Hagar. നീ നിലവിളിക്കുന്ന മരുഭൂമിയിൽ Oh, the same wilderness that you നിനക്ക് are വേണ്ടി crying. ഉറവ തുറക്കുന്ന ദൈവമാണ് ഞാൻ സേവിക്കുന്ന There ദൈവം. is a resource the Lord is opening for you. Hallelujah. 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 Thank you, Jesus. Praise the Lord. Amen. Praise the Lord. Amen. The third lesson. മൂന്നാമത്തെ പാഠം. Those who write it down. Amen. The third lesson. എഴുതുന്നവർക്ക് വേണ്ടി മൂന്നാമത്തെ പാഠം. Mara is not a permanent place. മാറ ഒരു ശാശ്വതമായ സാഹചര്യമല്ല. Mara is not a permanent place. മാറ ഒരു താൽക്കാലികമായ സ്ഥലം മാത്രം. The challenge you are going through at this moment, നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന വെല്ലുവിളി എന്ത് തന്നെയായാലും, it's not a permanent. Amen, അത് ശാശ്വതമായ ഒരു പ്രശ്നമല്ല. It's not going to be permanent. Amen, അത് ഒരു കാലത്തും ശാശ്വതമായതൊന്നല്ല. Even though you walk through the valley of shadow of death, Amen, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും, you will walk through it. Amen, നിങ്ങൾ അതിൽ കൂടെ കടക്കും, അതിൽ കൂടെ നടന്നു പോകും. You are not going to stay in the valley of shadow of death. ആ മരണത്തിന്റെ താഴ്വരയിൽ നിങ്ങൾ നിന്നു പോകയില്ല. You will just pass through it. Amen, അതും നിങ്ങളിലൂടെ കടന്നു പോകും. You will just walk through it. Amen, അതിലൂടെയും നിങ്ങൾ നടന്നു പോകും. You will just walk through it. നിങ്ങൾ അതിലൂടെയും നടന്നു You പോകും. will just pass through it. നിങ്ങൾ അതിലൂടെയും നടന്നു പോകും. Oh, hallelujah. The weeping may last for the night. Hallelujah. കരച്ചിൽ രാത്രിയിൽ വന്ന് രാവാർക്കും. But the joy comes in the morning. ഉഷസ്സിങ്കിലോ The സന്തോഷം weeping വെളിപ്പെടും. lasts for the night. Amen, കരച്ചിൽ രാത്രി വന്ന് രാവാർക്കും. But the joy comes in the morning. പക്ഷേ ഉഷസ്സിങ്കിൽ സന്തോഷം What you are വെളിപ്പെടും. going through at this moment, Amen, നിങ്ങൾ ഇപ്പോൾ is എന്ത് just a കടന്നു പോയാലും temporary. അത് വെറും താൽക്കാലികമായത് this is മാത്രം. just a momentary. അത് മാത്രം This is താൽക്കാലികമായുള്ളത്. just for the night. അത് ഇപ്പോൾ രാത്രിയിൽ മാത്രമുള്ളത്. But there is a morning is going to come. പക്ഷേ ഒരു പകൽ വെളിപ്പെടുന്നു, ഒരു ഉഷസ് വെളിപ്പെടുന്നു. Bible says വചനം പറയുന്നു, after 3 days, മൂന്നാമത്തെ ദിവസം, right after that, Amen, അതിനുശേഷം they came to Elim, Amen, അവർ എലീമിൽ എത്തി. where there were 12 springs of water എവിടെ 12 and നീരുറവുകൾ, 70 palm trees, 70 ഈത്തപ്പന. and they encamped there by the water. അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. Amen. Amen. Mara is not a permanent place, മാറ ഒരു അവസാന സ്ഥലമല്ല. nor Elim is a permanent place. Amen, എലീമും ഒരു ശാശ്വതമായ സ്ഥലമല്ല. Even though Elim has a 12 springs of water. എലീമിൽ നന്മകളുണ്ട്, 12 നീരുറവുകളുണ്ട്. 12 springs of water. Why? 12 നീരുറവുകൾ. All the 12 tribes can drink the water from each springs. Amen, 12 ഗോത്രങ്ങൾക്കും ഓരോന്നായി നീരുറവുകൾ പങ്കിടാൻ തക്ക രീതിയിൽ ദൈവം വഴികൾ തുറന്നു. Abundance of അവിടെ blessing. അനുഗ്രഹത്തിന്റെ സമൃദ്ധി വെളിപ്പെട്ടു. But that also not a permanent പക്ഷേ place. അതും ശാശ്വതമായ ഒന്നല്ല. You are in the wilderness.
നമ്മൾ ഒരു യാത്രയിലാണ്. Remember, you are in the ഒരു wilderness. മരുഭൂ യാത്രയിലാണ്. You are in the wilderness. നമ്മൾ ഒരു മരുഭൂ യാത്രയിലാണ്. Church in the wilderness. ആമേൻ. സഭ മരുഭൂമിയിൽ. Hallelujah. ആമേൻ. Hallelujah. ആമേൻ. Praise the Lord. മൂന്നാമതൊരു പോയിന്റ് കൂടെ ഉണ്ട്. ആമേൻ. മൂന്നാമത്തെ കാര്യം. ക്ഷണിച്ചില്ലെങ്കിൽ ആ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ആമേൻ. Praise the Lord. Thank you Jesus. Mara is the place മാറ എന്ന് പറയുന്ന സ്ഥലം God attributes His name unto you. ദൈവത്തിന്റെ നാമത്തെ തനിക്ക് വേണ്ടി തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തുന്ന സ്ഥലം. God reveal Himself in your maras. ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് നമ്മുടെ മാറയുടെ സാഹചര്യങ്ങളിലാണ്. താങ്ക് യു Verse ജീസസ്. number 26. 26ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. If you okay, just read. അതിന്റെ അവസാനത്തെ Watch. 26ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ നിന്നെ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി I ചെയ്തു. am the Lord your healer. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. I am the Lord your healer. ഞാൻ നിന്നെ സൗഖ്യം ആക്കുന്ന യഹോവ. Until this moment, ആ നിമിഷം വരെ God did not give this promise to Israel. ഈ വാഗ്ദത്തം ഇസ്രായേൽ മക്കൾക്ക് ആ നിമിഷം വരെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. Abraham never got this revelation. അബ്രഹാമിന് ഈ വെളിപ്പാട് കിട്ടിയില്ല. Isaac never got this revelation. ഇസഹാക്കിന് ഈ വെളിപ്പാട് കിട്ടിയില്ല. Oh, Jacob even did not get this യാക്കോബിന് revelation. പോലും ഇത് വെളിപ്പെട്ട് കിട്ടിയില്ല. But while you are in Mara, പക്ഷേ മാറയുടെ സാഹചര്യത്തിലായിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി Israel got a new revelation. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു പുതിയ I വെളിപ്പാട്. am Jehovah Rapha. ഞാൻ യഹോവ റാഫ. I am Jehovah Rapha. ഞാൻ യഹോവ റാഫ. I am the Lord who heals you. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. I am the Lord who healeth you. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. Hallelujah. Amen. Hallelujah. Hallelujah. Thank you Hallelujah. Jesus. When you think about healing, ഈ സൗഖ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ we always think about a physical healing. നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ശാരീരികമായ സൗഖ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. But when you study this word Rapha, പക്ഷേ ഈ റാഫ എന്ന പദം നമ്മൾ ആഴത്തിൽ this is പഠിക്കുമ്പോൾ a holistic healing. ആമേൻ ഇതൊരു പൂർണ്ണമായ ഒരു സൗഖ്യത്തെ കുറിച്ചാണ് Why this പരാമർശിച്ചിരിക്കുന്നത്. word came there? ആമേൻ ഈ വാക്ക് അവിടെ പരാമർശിച്ചിരിക്കുമ്പോൾ Very important thing, revelation. ഇതിന് വളരെ വളരെ യാഥാർത്ഥ്യമേറെ വളരെ പ്രാധാന്യമുള്ള ഒരു വെളിപ്പാടുണ്ട്. We already see ആമേൻ നമ്മൾ അവിടെ കാണുന്നു. the water was Mara. ആമേൻ വെള്ളം കയ്പുള്ളതായിരുന്നു മാറയിൽ. The water was Mara. ആമേൻ വെള്ളം കയ്പുള്ളതായിരുന്നു. That means the water was bitter. ആമേൻ അതിന്റെ അർത്ഥം വെള്ളം കയ്പുള്ളതായിരുന്നു. That means അതിന്റെ അർത്ഥം last 400 years 400 വർഷത്തിൽ പരം the people of Israel ഇസ്രായേൽ മക്കൾ gone through so many bitter experiences, ഒത്തിരി കയ്പുള്ള അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. and they are not ready to accept anyone. അവരുടെ ഹൃദയത്തിൽ അവർ ആരെയും സ്വീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. Probably they might trust the Pharaoh for some time, ആമേൻ ചില സാഹചര്യത്തിൽ അവർ ഫറവോനെ പോലും വിശ്വസിച്ച സാഹചര്യങ്ങൾ but ഉണ്ടായിട്ടുണ്ട്. പക്ഷേ the Pharaoh never ever give them remuneration. ആമേൻ ഫറവോ ഒരിക്കലും അവർക്ക് പ്രതിഫലം അവരുടെ പ്രയത്നത്തിന് കൊടുത്തിരുന്നില്ല. Rather, പക്ഷേ Pharaoh always gives the slavery, Amen. the bondage, the burden, the pain. അടിമത്തത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ദുഃഖവും ഭാരവും മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജാവ്. That means അതിന്റെ അർത്ഥം they had a cheated boss. ആമേൻ അവർക്കുണ്ടായിരുന്ന യജമാനൻ അവരെ ചതിക്കുകയായിരുന്നു. So they cannot trust anyone. ആമേൻ അവർക്ക് ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത They ഒരു had a അനുഭവം. problem with the trusting issue. ആമേൻ അവർക്ക് വിശ്വാസ്യതയുമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. They had a problem with the trusting ആമേൻ issue. അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിലായിരുന്നു. Even though they have seen lot of miracles, ആമേൻ അവർ അത്ഭുതങ്ങൾ കണ്ടുവന്നവരാണ്. delivered from 10 plagues, ആമേൻ പല പ്രശ്നങ്ങളിൽ കൂടെ അവർ കടന്നുപോയി. delivered from 10 plagues, ആമേൻ അവർ 10 ബാധകളിൽ കൂടെ അവർ they വിടുവിക്കപ്പെട്ടു delivered വന്നവരാണ്. through the Red Sea, ആമേൻ അവർ ചെങ്കടൽ കടന്നവരാണെങ്കിലും but still പക്ഷെങ്കിലും they cannot trust God. ആമേൻ അവർ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. They couldn't trust God ദൈവത്തെ അവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. because there was a bitterness, കാരണം അവരുടെ ഹൃദയത്തിനകത്ത് brokenness, ആഴത്തിൽ ഉടയപ്പെട്ട ഹൃദയത്തിനകത്ത് pain, ഒരു വേദന, sin. അവരുടെ ഹൃദയത്തിനകത്തെ പാപം. Praise the Lord. ആമേൻ.
they couldn't trust God. അവർ ദൈവത്തെ വിശ്വസിക്കാൻ They മടിച്ചിരുന്നു. couldn't keep a contact with the God. ദൈവവുമായി ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കാത്ത ഒരു ജനം. And now look at this passage. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നു Verse number 26. 26-ാം വാക്യം. Look once again. ഒരിക്കൽ കൂടെ Bible ശ്രദ്ധിച്ചാൽ says, if you will diligently listen to the voice of the Lord and do what is right in his eyes and give ear to his commandment and his statutes. ആമേൻ. ദൈവത്തിന്റെ വാക്ക്, യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, That means അതിന്റെ അർത്ഥം until this moment ആ നിമിഷം വരെ they did not have any source of connection with the God. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. അവർക്ക് ദൈവവുമായി ഒരു ബന്ധമില്ലായിരുന്നു. They never ever keep the commandments. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരല്ലായിരുന്നു. They never keep the statutes. ദൈവത്തിന്റെ വിധികളെ But പ്രമാണിക്കുന്നവരല്ലായിരുന്നു. now പക്ഷെ ഇപ്പോൾ God is restoring his relationship with these people. ദൈവം അവരുമായുള്ള ബന്ധത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ In സാധിക്കും. spiritually, അതിന്റെ ആത്മീയാർത്ഥം, they were degenerated. ആമേൻ, അവർ വിച്ഛേദിക്കപ്പെട്ട ഒരു ജനമായിരുന്നു. In emotionally, അവരുടെ വൈകാരികമായി they were broken and bitter. അവർ തകർന്നവരും കയ്പ് വഹിക്കുന്നവരുമായിരുന്നു. Physically, പക്ഷെ they ശാരീരികമായി were downtrodden and sick. ആമേൻ, അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവരെ വളരെ And ഉലയ്ക്കുന്നുണ്ടായിരുന്നു. now God is telling to പക്ഷെ them, അവിടെ ദൈവം പറയുന്നു, I am the Lord who healeth you. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. What does that mean? അതിന്റെ അർത്ഥം, I can spiritually restore you. ഞാൻ നിന്നെ ആത്മീകമായി യഥാസ്ഥാനപ്പെടുത്തും. I can emotionally mend you. ഞാൻ നിന്നെ വൈകാരികമായി പണിയും. I can physically restore your health. ശാരീരികമായും ഞാൻ നിന്നെ സൗഖ്യമാക്കും. And I am your God. ഞാനാകുന്നു നിന്റെ ദൈവം. I am going to be your God. ഞാൻ യഹോവയായവൻ നിങ്ങളുടെ ദൈവം. Hallelujah. Hallelujah. മിസ്രയീമ്യർക്ക് വന്ന ഒരു വ്യാധിയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. Amen. No diseases that the Egyptians suffered will come near you. കാര്യം ഇന്നു മുതൽ ഞാൻ നിന്റെ ദൈവമായിരിക്കും. Because from today I am the Lord. I will be your God. ഞാൻ തന്നെ നിങ്ങളുടെ ഞാൻ നിന്റെ ദൈവം. ദൈവമായിരിക്കും. I am your God. I will be your Rapha. Amen. I am your Rapha. I will be your Rapha. ഞാൻ നിങ്ങളുടെ റാഫയാകുന്നവൻ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും All around your life. I will be your Rapha. ഞാൻ തന്നെ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ റാഫ. I will be your Rapha. ഞാൻ തന്നെ നിങ്ങളെ സൗഖ്യമാക്കുന്ന മനസ്സിലാകുന്നവർ യഹോവ മാത്രം റാഫ. സ്വത്രത്തോടെ രണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് നന്ദി If you പറഞ്ഞാട്ടെ. understand this revelations, come on, put your hands together and give glory to God, and He deserves the honor. Thank you, Jesus. Shall we all stand up in the presence of God? അതാത് സ്ഥാനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. മാറാ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ഒരു പുതിയ വെളിപ്പാട് നിന്റെ മേൽ പകരുന്നതിന് പ്ലേസ് ആണ്. Mara is a place where you are imparted with a new revelation of God. Mara is a place that God is teaching some good new lessons in your life. ചില പുതിയ പാഠങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് Mara മാറ. is a place that God is testing you. മാറ നിങ്ങളെ പരിശോധിക്കുന്ന, നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന സ്ഥലം. എല്ലാ കണ്ണുകളും ഇന്ന് രാവിലെ ദിവസം Let every eyes be closed ഇന്ന് tonight. പകൽക്കാലം വിവിധ ആവശ്യമുള്ള ദിവസമായിരിക്കുകയാണ്. There are a lot of people with several needs and But this problems. morning time, ഇന്ന് പകൽ, once again, ഇന്ന് പകൽ, I lift up the name of Jesus. ആമേൻ, യേശുവിന്റെ നാമത്തെ നമ്മൾ ഇവിടെ Jehovah ഉയർത്തുന്നു. Rapha. യഹോവ റാഫയായവൻ. Jehovah Rapha. യഹോവ റാഫ. Jehovah Rapha. യഹോവ റാഫ. He is Jehovah Rapha. അവൻ തന്നെ നിന്റെ സൗഖ്യമാക്കുന്ന യഹോവ മരുഭൂമിയിൽ നീ റാഫ. വേദനപ്പെടുമ്പോൾ, ആമേൻ, നമ്മുടെ in your wilderness when you are in pain, നിന്റെ വേദനയിൽ അടുത്തു നിൽക്കുന്ന നിന്റെ തുണയായി അവൻ നിനക്ക് വേണ്ടി വെളിപ്പെടും. He is the one who is closest to you in your pain. നിന്റെ ചെങ്കടലിന്റെ നടുവിൽ In your Red Sea, വിടുതലിന്റെ നായകനായി ആ റാഫയായി അവൻ വെളിപ്പെടും. He is the one who delivers you. നിന്റെ പ്രതികൂല സിറ്റുവേഷനിൽ In your challenges, അവൻ നിനക്ക് വേണ്ടി സൗഖ്യദായകനായി He വെളിപ്പെടും. is the one who heals you. He is Jehovah Rapha. യഹോവ റാഫയാകുന്ന അവൻ ദൈവം. നിന്റെ കാര്യം ഏറ്റെടുത്താൽ, Amen. If He takes over your life, He takes over your life. Amen, അവൻ നമ്മുടെ കാര്യം, നമ്മുടെ ജീവിതം ഏറ്റെടുത്താൽ, You don't need to worry about this wilderness. Amen, ഒരു മരുഭൂ സാഹചര്യത്തെ കുറിച്ചും നീ പ്രയാസപ്പെടേണ്ട. മരുഭൂമി ഓർത്ത് ഭയപ്പെടേണ്ട. You don't have to be scared of the wilderness. Nothing in this wilderness will make you freer. Amen. ഒരു മരുഭൂ സാഹചര്യത്തെ നോക്കി ഭയപ്പെടേണ്ട. പ്രതികൂല സാഹചര്യങ്ങൾക്ക് നിന്നെ പേടിപ്പിക്കാൻ കഴിയത്തില്ല. Amen. No challenges can scare you. ഈ ആടെ മരുഭൂമി കൂടെ നീ പോകുമ്പോൾ, while you go through this wilderness, ഈ മരുഭൂ സാഹചര്യത്തിൽ കൂടി when you are traveling, ആ ആട് പറയുകയാണ്,
Amen. You hear. He restores my soul. He restores. അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. Oh, he restores my soul. അവൻ നമ്മുടെ പ്രാണനെ He is my തണുപ്പിക്കുന്നു. Jehovah Rapha. യഹോവ He റാഫയായവൻ. restores my soul. അവൻ നമ്മുടെ പ്രാണനെ ഇന്ന് രാവിലെ തണുപ്പിക്കുന്നു. ചിലത് ഇതിന്റെ നടുവിൽ പ്രാണനിലൂടെ വിടുതൽ ഇന്ന് രാവിലെ അനുഭവിച്ചറിയുന്ന There പകലാണ്. is a deliverance in your soul പ്രാണനിൽ coming വിടുതൽ forth. അനുഭവിച്ചറിയുന്ന There പകലാണ്. is a reason for ചില your മുറിവുകൾ soul to യേശുവിന്റെ rejoice. നാമത്തിൽ കെട്ടപ്പെടുന്ന പകലാണ്. In Jesus' name, ചില let bondages വേദനകൾ be യേശുവിന്റെ broken. നാമത്തിൽ ഒഴിവാകുന്ന Let പകലാണ്. pain go away tonight. ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുന്ന പകലാണ്. Let the hand of the Lord reveal His റാഫ നിനക്ക് glory. വേണ്ടി വെളിപ്പെടുന്ന പകലാണ്. Tonight, the Rapha is റാഫ നിനക്ക് revealing. വേണ്ടി എഴുന്നള്ളുന്ന പകലാണ്. Rapha is coming through നിന്റെ for you. കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുന്ന പകലാണ്. Rapha, the Lord is coming through for your family. How many of you will believe? ആരാധിച്ചു തുടങ്ങിയ Worship Him, worship Him, നിനക്ക് വേണ്ടി വെളിപ്പെട്ടു നിൽക്കുന്നു. worship Him, worship Him.